നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. മഴ കടുക്കുന്നു. സംസ്ഥാനത്ത് 4 ജില്ലകളിൽ റെഡ് അലർട്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ജാഗ്രത. ശക്തമായ കാറ്റിനും കടലാക്രമണത്തിനും സാധ്യത. കോട്ടയത്ത് മഴ ശക്തം. തിരുവല്ല, അപ്പർ കുട്ടനാട് മേഖലകളിൽ വെള്ളക്കെട്ട് അതിരൂക്ഷം. ആലപ്പുഴയ്ക്ക് ആശങ്കയായി AC റോഡ്. ആറന്മുളയിലും റാന്നിയിലും വെള്ളമിറങ്ങുന്നു. ഇടുക്കിയിൽ മഴ തുടരുന്നു. വയനാട്ടിൽ ശക്തമായ മഴയ്ക്ക് നേരിയ ശമനം. ഇടുക്കി മലങ്കര ഡാമിൽ രാസമാലിന്യം. സമീപത്തെ ഫാക്ടറികളിൽ നിന്നെന്ന് സംശയം. 3 ജില്ലകളിലെ ജലസേചന പദ്ധതികൾ ആശ്രയിക്കുന്നത് മലങ്കര ഡാമിനെ. പോലീസും പഞ്ചായത്തും അന്വേഷിക്കുന്നു. അർജുൻ ആയങ്കിയെ പൂട്ടാൻ പോലീസ്. ഒളിവിലിരുന്ന് വെല്ലുവിളി തുടർന്ന് ആയങ്കി സോഷ്യൽ മീഡിയയിൽ സജീവം. എന്ത് ചെയ്യുമെന്ന് കാത്തിരുന്ന് കാണാമെന്ന് ആഭ്യന്തരമന്ത്രി. വടകര MDMA കേസിൽ കീർത്തനയ്ക്ക് വ്യക്തമായ പങ്കുള്ളതായി പോലീസ്. വാട്സ്ആപ്പ് ചാറ്റുകളിൽ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയാകുന്നു. അക്കൗണ്ടുകളിലേക്ക് വലിയ തോതിൽ പണവുമെത്തി. കസ്റ്റഡി അപേക്ഷ കോടതിയിൽ. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനം 15ാം ദിവസവും പ്രക്ഷുബ്ധം. ആഭ്യന്തരമന്ത്രി പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ട് ഇരുസഭകളിലും പ്രതിപക്ഷ പ്രതിഷേധം. അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ളയിലും ചർച്ചയുടെ ആവശ്യം. മണ്ഡല പുനർനിർണയ ബില്ലിൽ നിലപാട് മയപ്പെടുത്തിയെന്ന അഭ്യൂഹങ്ങൾ തള്ളി DMK. അമ്പായത്തോട്ടിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പരിശോധന. ജില്ലാ കളക്ടറും മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരും എത്തും. നടപടി സ്ഥാപനം അടച്ചുപൂട്ടാനുള്ള മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തതിന് പിന്നാലെ സ്ഥലത്തിന്നും പ്രതിഷേധം. ഹോർമുസിലെ ഇറാൻ ഒമാൻ കരാറിന് അമേരിക്ക വഴങ്ങുന്നുവെന്ന് സൂചന. അയഞ്ഞത് ഗൾഫ് രാജ്യങ്ങൾ ഇടപെട്ടതോടെ ഇറാനുമായുള്ള സംഘർഷം വളരെ വേഗം അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ട്രംപ്. കാവേരി നദീജല വിഷയത്തിൽ DMKയുമായി ചർച്ചകൾക്ക് തയ്യാറാകാതെ മുഖ്യമന്ത്രി വിജയ്. സർവകക്ഷി യോഗം വിളിക്കണമെന്ന ഉദയനിധി സ്റ്റാലിന്റെ ആവശ്യം തള്ളി. തമിഴ്നാടിനുള്ള അവകാശങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്തില്ലെന്നും വിജയ്. ചീഞ്ഞളിഞ്ഞ് വർക്കല പാപനാശം കടൽ തീരം. ചത്ത കടൽപ്പാമ്പുകളും ചെറുമത്സ്യങ്ങളും കരയ്ക്കടിഞ്ഞതിനെ തുടർന്ന് രൂക്ഷമായ ദുർഗന്ധം. കടൽ തീരത്തെത്തുന്നവർക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യത. കടൽ തീരം ശുചീകരിക്കുന്നത് പ്രഹസനമെന്ന് പരാതി. ബംഗാളിൽ ലൗഡ് സ്പീക്കറുകൾക്കെതിരെ ശക്തമായ നടപടി തുടർന്ന് സർക്കാർ. 5000-ലേറെ ഹിന്ദു മുസ്ലിം ദേവാലയങ്ങളുടെ ലൗഡ് സ്പീക്കറുകൾ മാറ്റി. 4203 എണ്ണം മസ്ജിദുകളിൽ നിന്നും 1096 എണ്ണം ക്ഷേത്രങ്ങളിൽ നിന്നും മാറ്റി. വിവേചനമില്ലാതെ ഒരുപോലെയാണ് നടപടി സ്വീകരിക്കുന്നതെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ. മുസ്ലിം നേതാക്കൾ പ്രക്ഷോഭത്തിന്. വാർത്തയിലേക്ക് വിശദമായി. കലിമഴ തുടരും. ഇന്ന് വടക്കൻ കേരളത്തിൽ മഴ കനക്കുമെന്നതാണ് മുന്നറിയിപ്പ്. 4 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും തുടരുന്നുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന നിർദ്ദേശമുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനാണ് സാധ്യത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലകളും ഉണ്ടാകും. ആലപ്പുഴ ജില്ലയിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം KV ബൈജുവിലേക്ക്. ബൈജു, വടക്കൻ ജില്ലകളിലാണ് വലിയ മുന്നറിയിപ്പ് ഇന്ന് ഉള്ളത്. റെഡ് അലർട്ടാണ് 4 ജില്ലകളിൽ.
കഴിഞ്ഞ ദിവസങ്ങളിലും ശക്തമായ മഴയുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ശക്തമായ മഴയുണ്ടോ? എന്തൊക്കെ മുൻകരുതലുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്? രേണുക, വരും മണിക്കൂറുകളിൽ കാസർഗോഡ് ജില്ലയിൽ അതിതീവ്ര മഴയുണ്ടാകുമെന്നാണ് പ്രവചനം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. രാവിലെ മഴ, വലിയ തോതിലുള്ള മഴ രാവിലെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, കാലാവസ്ഥ മാറിയിരിക്കുന്നു, ഇരുണ്ട് കൂടിയിരിക്കുന്നു. മഴ വലിയ തോതിൽ മലയോര മേഖലകളിൽ ഉൾപ്പെടെ വരും മണിക്കൂറുകളിൽ ശക്തമായ മഴയുണ്ടാകുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥ പ്രവചനം. എന്തായാലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം ഒരു 2 ദിവസം തുടർച്ചയായ മഴ ഉണ്ടായതല്ലാതെ അത്ര വലിയൊരു മഴ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനി വരും മണിക്കൂറുകൾ അങ്ങനെയല്ല, അതിതീവ്ര മഴയാണ് ഇപ്പോൾ പ്രവചനം. അതോടൊപ്പം ഈ തീരപ്രദേശങ്ങളിലൊക്കെ കടലാക്രമണവും രൂക്ഷമാണ്. പ്രത്യേകിച്ച് ബങ്കര മഞ്ചേശ്വരം മുതൽ തൃക്കരിപ്പൂർ വരെ 80 കിലോമീറ്റർ നീളത്തിൽ നീണ്ടുകിടക്കുന്ന ഈ തീരപ്രദേശങ്ങളെല്ലാം ഇത്തരത്തിൽ കടലാക്രമണ ഭീഷണിയുണ്ട്. നിരവധി വീടുകൾ കടലെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം നിരവധി വീടുകളിൽ കടലാക്രമണ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. ഈ പല കുടുംബങ്ങളെയും തീരപ്രദേശങ്ങളിൽ നിന്നും ഇപ്പോൾ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ശാരദാനഗറിൽ കഴിഞ്ഞ ദിവസമാണ് ഒരു വീട് തകർന്നു വീണത് ഇത്തരത്തിൽ കടലാക്രമണത്തിൽ. എന്തായാലും വരും മണിക്കൂറുകൾ അതിതീവ്ര മഴയുണ്ടാകും. തീരപ്രദേശങ്ങളിലുള്ളവർക്ക് പ്രത്യേകിച്ച്, അതോടൊപ്പം പുഴയോരങ്ങളിൽ താമസിക്കുന്നവർക്കും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിനോദസഞ്ചാര മേഖലയിൽ ഉൾപ്പെടെ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിയന്ത്രണമുണ്ട്. മലയോര മേഖലകളിൽ ഇത്തരത്തിൽ യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നൊരു ആവശ്യവും ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ ജില്ല സജ്ജമാണെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത്. കൺട്രോൾ റൂമുകൾ ഉൾപ്പെടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും വരും മണിക്കൂറുകൾ അതിതീവ്ര മഴ പ്രവചനമുണ്ട്. അതുകൊണ്ട് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ശരി, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. MS അനീഷ് കുമാർ കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനീഷ്, കോഴിക്കോട്ടും വലിയ ജാഗ്രതയാണ്, മഴ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജില്ലയിലെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? എന്തൊക്കെ മുന്നൊരുക്കങ്ങളുണ്ട്? രേണുക, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആർത്തലച്ച് പെയ്യുന്ന മഴയായിരുന്നു കോഴിക്കോടും സമീപ പ്രദേശങ്ങളിലും വയനാട് അടക്കമുള്ള ഇടങ്ങളിലും ഉണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് നിരവധി അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. എന്നാൽ അതിനൊക്കെ ശേഷം വെള്ളം മാറുകയും ജലനിരപ്പ് പലയിടങ്ങളിൽ താഴുകയും ജനജീവിതം സാധാരണ രീതിയിലേക്ക് പോവുകയും ചെയ്തത് നമ്മൾ കണ്ടു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും അതിതീവ്ര മഴയ്ക്കുള്ള അലർട്ട് വടക്കൻ ജില്ലകളിൽ, പ്രത്യേകിച്ചും കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് പോലെയുള്ള ജില്ലകളിൽ നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ കോഴിക്കോട്ടും വയനാടുമൊക്കെ പലപ്പോഴും അതിതീവ്ര മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ നിർത്താതെ മഴ പെയ്യുമ്പോൾ പലപ്പോഴും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ഉരുൾപൊട്ടൽ പോലെയുള്ള കാര്യങ്ങളും മണ്ണിടിച്ചിൽ പോലെ ഉള്ള കാര്യങ്ങളും പലപ്പോഴും ഉണ്ടാവുന്നത് വലിയ അപകടങ്ങളിലേക്കാണ് നയിക്കുക. വിലങ്ങാട് പോലുള്ള ഇടങ്ങൾ അങ്ങേയറ്റം ദുർബലമായ സ്ഥലങ്ങളാണ്. കട്ടിപ്പാറയും താമരശ്ശേരിയും പോലുള്ള ഒരുപാട് സ്ഥലങ്ങളാണ് കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലകളിലുള്ളത്. ഇവിടെയൊക്കെ പലയിടങ്ങളിലും ഉരുൾപൊട്ടൽ ഭീഷണി അടക്കം ഉണ്ടുതാനും തുടർച്ചയായി ഇങ്ങനെ മഴ പെയ്യുന്നത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് നീക്കും. ഒപ്പം മുൻകാലങ്ങൾക്ക് വിരുദ്ധമായി കോഴിക്കോട് നഗരത്തിലെ തന്നെ പല താഴ്ന്ന പ്രദേശങ്ങളും പൂർണ്ണമായും വെള്ളത്തിനടിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ടിരുന്നു. അവിടെ നിന്നൊക്കെ ഇന്നലെയും മിനിയാന്നുമൊക്കെ ആയാണ് വെള്ളം ഇറങ്ങുകയും ആളുകൾക്ക് അവരുടെ ഒരു സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകാൻ സാധിക്കുകയും ചെയ്തത്. പക്ഷേ വീണ്ടും ഒരു അതിതീവ്ര മഴയിലേക്ക് ജില്ല കടന്നു പോകുമ്പോൾ കിഴക്കൻ മേഖലകളിൽ, പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ വലിയ തോതിൽ മഴ പെയ്യുമ്പോൾ അതിന്റെ ഒരു പ്രതിഫലനം ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോഴാണ് ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് എത്തുക. കക്കയം ഡാം കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വെള്ളം ഡാമിൽ നിന്നും ഒഴുക്കിയിരുന്നുവെങ്കിലും മഴ ദുർബലമായതിനെ തുടർന്ന് വീണ്ടും ഡാം അടയ്ക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഇങ്ങനെ മഴ വീണ്ടും തുറന്നാൽ വീണ്ടും അണക്കെട്ട് തുറന്നു വിടേണ്ടി വരികയും ഈ പൂനൂർ പുഴയിലൂടെ അടക്കം കൂടുതൽ വെള്ളം ഒഴുകി വരികയും താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. അത് ജനജീവിതം വീണ്ടും കാര്യമായി തന്നെ തകരാറിലാക്കും. എന്തായാലും നിലവിൽ അതിതീവ്ര മഴ പ്രവചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിശക്തമായ മഴ ഇപ്പോൾ പെയ്തു തുടങ്ങിയിട്ടില്ല. ജില്ലയുടെ മിക്ക മേഖലകളിലും ചാറ്റൽ മഴയാണുള്ളത്. രാവിലെ ഏതാണ്ട് ശാന്തമായ അല്ലെങ്കിൽ പ്രസന്നമായ കാലാവസ്ഥ തന്നെയായിരുന്നു. ഇടയ്ക്ക് ഏതാണ്ട് ഒരു അരമണിക്കൂർ നേരമാണ് കാര്യമായ ഒരു മഴ പെയ്ത്. എന്തായാലും ഉച്ചതിരിഞ്ഞ് അതിതീവ്രമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകിയിരിക്കുന്നത്. രേണുക, ശരി, ഉച്ചയ്ക്ക് ശേഷമുള്ള സമയത്ത് കൂടുതൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കോഴിക്കോട് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും മുന്നൊരുക്കങ്ങൾ നടക്കുകയാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയം ജില്ലയിൽ മഴക്കെടുതി തുടരുന്നു. വെള്ളം കയറി നാശനഷ്ടമുണ്ടായി ഈരാറ്റുപേട്ടയിൽ ദുരിതം തുടരുകയാണ്. കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലും സ്ഥിതി സമാനമാണ്. രാത്രി മുതൽ കനത്ത മഴ പെയ്തത് നദികളിൽ ജലനിരപ്പ് ഉയരാൻ കാരണമായിട്ടുണ്ട്. ജില്ലയിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നില്ല. കോട്ടയത്ത് ഇന്നും ദുരിതം മാറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ഓറഞ്ച് അലർട്ടാണ്. ഇന്നലെ രാത്രിയൊക്കെ ശക്തമായ മഴ പെയ്തു. തീക്കോയിൽ ഏതാണ്ട് 33 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. കോടയിൽ അത് 130ഓളം എത്തി. അങ്ങനെ ജില്ലയിലാകെ മഴ തുടരുന്ന സാഹചര്യമാണുള്ളത്. ഈ
പ്രളയം സമാനമായ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഓറഞ്ച് അലർട്ട് ആയതുകൊണ്ട് തന്നെ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. ഈരാറ്റുപേട്ട പോലുള്ള പ്രദേശങ്ങളിൽ ഇപ്പോഴും ഈ പ്രളയത്തിൻ്റെ ഒരു ദുരിതം തുടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നദിയിലെ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട്, പക്ഷേ കടകളൊക്കെ പൂർണ്ണമായും ഇപ്പോഴും ഉണ്ടായ നാശനഷ്ടം, ചെളിയടിഞ്ഞത്, ഇതൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടിരിക്കുന്ന സാഹചര്യം മാത്രമേ ആയിട്ടുള്ളൂ. ഇവിടെയൊക്കെ മാലിന്യം അടിഞ്ഞുകൂടി കിടക്കുന്ന സ്ഥിതിയാണുള്ളത്. അത്ര അധികം വലിയ നിലയിലാണ് ഇത്തവണ വെള്ളം എത്തിയത് എന്നുള്ളതാണ്. ഈരാറ്റുപേട്ടയുടെ ഒരു പ്രശ്നം ഈ തീക്കോയി ഉൾപ്പെടെയുള്ള മേഖലയുടെ തൊട്ട് താഴെയുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായാൽ വളരെ പെട്ടെന്ന് മിന്നൽ വേഗത്തിൽ വെള്ളം ഇവിടേക്ക് എത്തും എന്നുള്ളതാണ്. അതാണ് ഇത്തവണ കണ്ടതും. ഇവിടെ ലൈൻ കമ്പി ഉൾപ്പെടെ പൊട്ടി തകർന്ന് കിടക്കുന്ന സ്ഥിതിവിശേഷമാണ് നമുക്കിപ്പോഴും കാണാൻ സാധിക്കുന്നത്. ജലനിരപ്പ് പക്ഷേ സാധാരണ നിലയിലേക്ക് ഇവിടെയെല്ലാം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായിട്ടുള്ളത്. എന്തായാലും കോട്ടയത്ത് അങ്ങ് പടിഞ്ഞാറൻ മേഖലയിലെ വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുന്ന സ്ഥിതിവിശേഷം തന്നെയാണ് ഉള്ളത്. അത് ഇനിയും അങ്ങനെ ഇന്നലെ രാത്രി മുതൽ പാലയിലൊക്കെ നേരിയ തോതിൽ, ഇവിടെയും ജലനിരപ്പ് ചെറിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. കോട്ടയത്തും സമാനമാണ്. ഇന്നലെ വെള്ളം ഇറങ്ങിയാൻ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ നേരിയ തോതിൽ വെള്ളക്കെട്ട് കൂടിയ ജലനിരപ്പ് ഉയർന്ന സാഹചര്യമാണുള്ളത്. എന്തായാലും ദുരിതം പൂർണ്ണമായും അകന്നു എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യമല്ല ഇപ്പോഴും കോട്ടയം ജില്ലയിലുള്ളത്. ജി ശ്രീജിത്തിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. കോട്ടയത്തും ആശ്വാസം പൂർണ്ണമായ ഒരു തോതിലേക്ക് എത്തിയിട്ടില്ല. അവിടെയും ഇപ്പോഴും ആശങ്കകൾ തുടരുകയാണ്. വയനാട്ടിൽ ശക്തമായ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ മഴ മുന്നറിയിപ്പിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പക്ഷേ ഇപ്പോഴും തുടരുന്നുണ്ട്. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ പലയിടങ്ങളിലും ശക്തമായ മഴയായിരുന്നു പെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ മഴയ്ക്ക് നേരിയ ഒരു ശമനമുണ്ട് എന്ന് തന്നെ പറയാം. ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. എന്നാൽ ശക്തമായ ഒരു മഴ അല്ലെങ്കിൽ അതിതീവ്ര മഴ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും ഇന്ന് ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ എല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചുരം ഭാഗങ്ങളിൽ മഴ പെയ്യുന്നത് വലിയ അപകടങ്ങൾ സൃഷ്ടിക്കാമെന്നുള്ളത് കൊണ്ട് തന്നെ ചുരത്തിലുള്ള യാത്രയ്ക്കൊക്കെ നിയന്ത്രണമുണ്ട്. അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് അല്ലെങ്കിൽ ഹെവി വാഹനങ്ങൾക്കൊക്കെ ഇവിടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ വരുന്ന അല്ലെങ്കിൽ 9-ാം തീയതി വരെ മഴയുണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ 4ഓളം ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. മാനന്തവാടിയിൽ 3ഉം അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരിയിൽ 1ഉം. ഇവിടെ മൊത്തത്തിൽ 65 കുടുംബങ്ങളിൽ നിന്ന് 234 പേരാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളത്. ക്യാമ്പുകളുടെ എണ്ണം കൂട്ടിയിട്ടില്ല. എന്നാൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസം 1700ഓളം ആളുകൾ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നു. എന്നാൽ മഴ കുറഞ്ഞതിനെ തന്നെ ഇവരൊക്കെ വീടുകളിലേക്ക് മാറുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ മഴ കുറവുള്ളത് കൊണ്ട് തന്നെ വരും സമയങ്ങളിൽ മഴ പെയ്യാതിരിക്കാനുമുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വയനാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെട്ടെന്ന് മഴ വരികയും ശക്തമായി പെയ്യുന്ന ഒരു സാഹചര്യവുമാണുള്ളത്. അതുകൊണ്ട് ഈ സമയത്ത് മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും തുടർന്ന് മഴ പെയ്യാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. തുടർന്ന് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഓറഞ്ച് അലർട്ടിൽ നിന്ന് റെഡ് അലർട്ടായി വയനാട്ടിലെ മുന്നറിയിപ്പ് മാറിയിരിക്കുകയാണ്. പത്തനംതിട്ട, തിരുവല്ല, അപ്പർ കുട്ടനാട് മേഖലകളിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമായി തുടരുകയാണ്. നിരണം, തോട്ടടി, കടപ്ര, പെരിങ്ങര തുടങ്ങിയ സ്ഥലങ്ങളിലെ കുടുംബങ്ങൾ ഇപ്പോഴും ക്യാമ്പിൽ തന്നെ തുടരുന്നു. ആറന്മുള, റാന്നി എന്നിവിടങ്ങളിൽ ജനജീവിതം സാധാരണ നിലയിലായി വരുന്നു. പത്തനംതിട്ട ജില്ലയിലെ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും അപ്പർ കുട്ടനാട് മേഖലയിൽ താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. പല പ്രദേശങ്ങളിലും ജനങ്ങൾ തിരിച്ച് വീട്ടിൽ വരാൻ കഴിയാത്ത സാഹചര്യത്തിൽ ക്യാമ്പിൽ മാത്രം കഴിയുന്ന സാഹചര്യമാണ് നിരണം, കടപ്ര, പെരിങ്ങര തുടങ്ങിയ സ്ഥലങ്ങളിലുള്ളത്. എന്തായാലും ആറന്മുളയും റാന്നിയും വെള്ളം ഇറങ്ങിയ സ്ഥിതിയുണ്ട്. റാന്നിയും ആറന്മുളയും പൂർവ്വസ്ഥിതിയിലായിട്ട് സാധാരണ ജനജീവിതത്തിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ അതേസമയം അപ്പർ കുട്ടനാട് മേഖലയാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. സന്നദ്ധ സംഘടനാ പ്രവർത്തകരും അതുപോലെ തന്നെ സർക്കാരിൻ്റെ സഹായങ്ങളാണ് ഇവർക്ക് ലഭ്യമാകുന്നത്. പക്ഷേ വീടുകളിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ ഇനിയും ദിവസങ്ങൾ എടുക്കും എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്നുള്ള കാഴ്ചകൾ കണ്ടാൽ മനസ്സിലാകുന്നത്. പലരും ക്യാമ്പിൽ തന്നെയാണ്. 6000-ഓളം പേർ ഇപ്പോഴും ഈ നിരണം, തോട്ടടി, പെരിങ്ങര തുടങ്ങിയ സ്ഥലങ്ങളിലെ ക്യാമ്പുകളിലുള്ളത്. കാരണം വെള്ളം ഇറങ്ങിപ്പോകാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇതിന് പ്രധാന കാരണം. വീടുകളും തിരിച്ചു ചെന്നാൽ വീട്ടിൽ താമസിക്കാനും കഴിയാത്ത അവസ്ഥയുണ്ട്. വീടുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടവരുണ്ട്, ഭാഗികമായും നഷ്ടപ്പെട്ടവരുണ്ട്. ഒപ്പം വീട്ടിൽ ചെളിയും മറ്റ് അഴുക്കുകളൊക്കെ നിറഞ്ഞ സ്ഥിതിയിലാണ്. ഇത് വൃത്തിയാക്കിയതിന് ശേഷം ഇനി അവർക്ക് വീട്ടിൽ താമസിക്കാൻ കഴിയും. അതിനുവേണ്ടിയുള്ള ബുദ്ധിമുട്ടുകളും വേറെയാണ്. എന്തായാലും പല തരത്തിലുള്ള സന്നദ്ധ സംഘടനാ ആളുകളും സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും അടക്കം സർക്കാരിൻ്റെ സംവിധാനങ്ങളെല്ലാം ഇവർക്ക് താമസിക്കാനുള്ള സൗകര്യത്തിന് വേണ്ട വീട് ശുചിയാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്.
റാന്നിയിലെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പൂർണ്ണമായും സാധാരണ നിലയിലേക്ക് റാന്നി മാറിയിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ വ്യാപാരികളെ സംബന്ധിച്ച് ഓണക്കാലമാണ്, വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് റാന്നിയിലുണ്ടായത്. റാന്നി പൂർണ്ണമായും നശിച്ചുപോയ ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഇനിയും അതിൽ നിന്ന് കരകയറാൻ സർക്കാരിൻ്റെ സഹായം മാത്രമാണ് വ്യാപാരിക്കുള്ളത്. പക്ഷേ വ്യാപാരികൾക്ക് ഇനിയും കിട്ടാനുള്ളത്, പക്ഷേ പലപ്പോഴും ഇത്തരം അർഹമായ രീതിയിൽ സഹായം ലഭിക്കുന്നില്ല എന്നൊരു പരാതി കൂടി ഈ വ്യാപാരികൾ പറയുന്നുണ്ട്. നേരത്തെ അവിടെ കണക്കെടുക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ സാധാരണഗതിയിൽ ഈ വെള്ളപ്പൊക്ക സമയത്തൊക്കെ ആളുകൾ നേരത്തെ സർക്കാരിൻ്റെ സംവിധാനം ഉപയോഗിച്ച് കണക്കെടുപ്പ് നടത്താറുണ്ട്. പക്ഷേ റാന്നിയിൽ ഇതും ഇതുവരെ നടപ്പായിട്ടില്ല എന്നൊരു പരാതിയുണ്ട്. ആറന്മുളയിൽ സമാനമായ രീതിയാണുള്ളത്. വീടുകളിൽ താമസത്തിന് പറ്റാത്ത സാഹചര്യത്തിൽ പല സ്ഥലത്തും വീടുകൾ ചെളി നിറഞ്ഞ അവസ്ഥയിലാണ്. അവിടെയും വൃത്തിയാക്കിയെങ്കിൽ മാത്രമേ ആളുകൾക്ക് താമസിക്കാൻ കഴിയൂ. ക്യാമ്പിൽ താമസിക്കുന്ന ആളുകൾ പൂർണ്ണമായും ആറന്മുളയിലും തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും റോഡ് ഗതാഗതം പൂർണ്ണമായി ഇപ്പോൾ ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്. വൈദ്യുതി ബന്ധവും പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. മഴ ജില്ലയിൽ തുടരുന്ന ഒരു സാഹചര്യം പല സ്ഥലത്തുമുണ്ട്. പക്ഷേ ശക്തമായ രീതിയിലല്ല, ഇടവിട്ട് പെയ്യുന്ന രീതിയിലാണ് മഴ ഉള്ളത്. ഇനി വരും മണിക്കൂറുകളിൽ മഴ ഉണ്ടായാൽ തന്നെ ഒരുപക്ഷെ എന്തെങ്കിലും ജാഗ്രത നിർദ്ദേശം ഇപ്പോൾ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ മഴ ഉണ്ടായാൽ ഏതെങ്കിലും തരത്തിൽ അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അത് നേരിടാനുള്ള സംവിധാനവും ജില്ലയിലുണ്ട്. 8 വരെയാണ് ജില്ലയിൽ അടിയന്തരമായി ഈ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മലയോര മേഖല അടക്കമുള്ള ക്യാമ്പുകളിലും പ്രദേശങ്ങളിലും താമസിക്കൽ ജാഗ്രത പാലിച്ച് ഇരിക്കണമെന്നുള്ള ഒരു മുന്നറിയിപ്പുണ്ട്. ഇന്ന് 7, 8, 6 തീയതികളിലാണ് നേരത്തെ പറഞ്ഞത്. അതിനുശേഷമായിരിക്കും ഇനി മഴ മുന്നറിയിപ്പ് വന്നെങ്കിൽ മാത്രമായിരിക്കും മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയുക. എന്തായാലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഈ ആറന്മുളയും റാന്നി അടക്കമുള്ള കാര്യങ്ങളിൽ അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അതിൻ്റെ ഘട്ടങ്ങളിൽ ഇത് നേരിടാനുള്ള എല്ലാ പൂർണ്ണമായ സജ്ജീകരണങ്ങളാണ് പത്തനംതിട്ട ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത് അവിടെ നിന്ന്. ഇടുക്കിയിൽ മഴയ്ക്ക് ശമനമില്ല. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴ ശക്തമായി തുടരുകയാണ്. മലങ്കര, കല്ലാർകുട്ടി, പാംബ്ല ഡാമുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. തുടർച്ചയായി മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന വിവിധ നിയന്ത്രണങ്ങളും നിലനിൽക്കുകയാണ്. ഇന്നു രാവിലെ മുതൽ തുടർച്ചയായി മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇടുക്കിയിലുള്ളത്. ഇന്ന് പുലർച്ചെ അതിശക്തമായ മഴ വിവിധ മേഖലകളിൽ അനുഭവപ്പെട്ടിരുന്നു. പിന്നീട് മഴയുടെ ശക്തി അല്പം ക്ഷയിച്ചെങ്കിൽ പോലും മഴ തുടർച്ചയായി പെയ്യുന്നുണ്ട്. ചില മേഖലകളിൽ മാത്രമാണ് അല്പമെങ്കിലും തോർച്ച ഉള്ളത്. എങ്കിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴ ശക്തമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഡാമുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇടുക്കിയിലെ 3 അണക്കെട്ടുകളിൽ നിന്ന് ഇപ്പോഴും വെള്ളം പുറത്തേക്ക് ഒഴുകുകയാണ്. ദിവസങ്ങളായി ഈ അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. മലങ്കര, കല്ലാർകുട്ടി, പാംബ്ല അണക്കെട്ടുകളിൽ നിന്നാണ് ഇപ്പോഴും വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത്. അതോടൊപ്പം തന്നെ ഇടുക്കിയുടെ ഡൈവേർഷൻ ഡാമുകളായ ഇരട്ടിയാറിലും കല്ലാറിലും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങൾ റെഡ് അലർട്ട് നിരക്കിലേക്ക് എത്തിയിരുന്നെങ്കിൽ പോലും കല്ലാറിൽ നിന്ന് വെള്ളം പുറത്തേക്ക് എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ പോലും നിലവിലെ ഒരു സാഹചര്യത്തിൽ ഇരട്ടയാറിലും കല്ലാറിലുമൊക്കെ ജലനിരപ്പ് അല്പം താഴ്ന്നിട്ടുണ്ട്. കൂടുതൽ വെള്ളം ഇടുക്കിയിലേക്ക് ഒഴുകി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അണക്കെട്ടുകൾ വരും മണിക്കൂറുകളിൽ അതിശക്തമായൊരു മഴ പെയ്തില്ലെങ്കിൽ തുറക്കേണ്ട ഒരു സാഹചര്യമില്ല എന്നാണ് വിലയിരുത്തുന്നത്. മറ്റ് ചെറുകിട അണക്കെട്ടുകളായ പൊന്മുടിയിലും ആനയിറങ്കലിലും ചെങ്കുളത്തുമൊക്കെ ജലനിരപ്പ് നീരൊഴുക്ക് ശക്തമാണെങ്കിൽ പോലും ഈ അണക്കെട്ടുകൾ തുറക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. പ്രധാന അണക്കെട്ടുകളായ ഇടുക്കിയിലും മുല്ലപ്പെരിയാറിലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ജലനിരപ്പ് കുറവാണ്. ഇപ്പോഴും ശക്തമായ നീരൊഴുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പോലും മൺസൂണിന്റെ അവസാന കാലഘട്ടത്തിലൊക്കെ ഇടുക്കി ജലസംഭരണിയിൽ സാധാരണഗതിയിൽ കാണുന്ന ഒരു ജലനിരപ്പ് ഇപ്പോഴില്ല. നിലവിൽ 46% ഇടുക്കിയിലെ ജലനിരപ്പ്. വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലുമൊക്കെ അതിശക്തമായ മഴ പെയ്തെങ്കിൽ പോലും ഇടുക്കിയും മുല്ലപ്പെരിയാറും ഒന്നും ആശങ്കജനകമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയില്ല എന്നുള്ളതാണ് വസ്തുത. ഒപ്പം ഇടുക്കിയിൽ നിലവിൽ മഴ തുടർച്ചയായി പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ജില്ലയിൽ ജാഗ്രതയൊക്കെ തുടരുകയാണ്. പ്രത്യേകിച്ചും മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട്. വിവിധ മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിശക്തമായ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകിയിരുന്നു. നിരവധി വീടുകൾ തകർന്നിരുന്നു. പല റോഡുകളിലും അപകടകരമായ വിള്ളലുകൾ വീഴുകയും ഒപ്പം റോഡിന്റെ പല ഭാഗങ്ങൾ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രികാല യാത്രയിൽ അടക്കമുള്ള ജാഗ്രത തുടരുകയാണ്. പ്രത്യേകിച്ചും അടിമാലി, മൂന്നാർ മേഖലകൾ, അടിമാലിയിൽ നിന്ന് നേര്യമംഗലത്തിലേക്ക് പോകുന്ന ദേശീയപാതയുടെ ഭാഗങ്ങളിലൊക്കെ ഈ ജാഗ്രത തുടരുകയാണ്. പ്രത്യേകിച്ചും രാത്രികാല യാത്രകൾക്കൊക്കെ പരമാവധി ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം വിനോദസഞ്ചാരത്തിന് ജില്ലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളും നിരോധനങ്ങളും തുടരുകയാണ്. പ്രത്യേകിച്ചും വിവിധ മേഖലകളിൽ നിന്ന് വിനോദസഞ്ചാരത്തിലേക്ക് ജില്ലയിലേക്ക് എത്തുകയും ജലവിരോധനങ്ങളിൽ അടക്കം ഏർപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വലിയ അപകട സാധ്യതയുണ്ട്. അതൊക്കെ കരുതിയാണ് ഇപ്പോൾ നിരോധനങ്ങളൊക്കെ തുടരുന്ന ഒരു സാഹചര്യം നിലവിലുള്ളത്. എന്തായാലും ജില്ലയിൽ വരും മണിക്കൂറുകളിലും മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇടുക്കിയിൽ നിന്നും പ്രിൻസ് ജെയിംസ്, ന്യൂസ്. മധ്യകേരളത്തിലും ശക്തമായ മഴ തുടരും. കനത്ത മഴയുടെ സാഹചര്യത്തിൽ എറണാകുളം, തൃശൂർ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. 50 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നു. മൂവാറ്റുപുഴയാറിലും തൊടുപുഴയാറിലും കാളിയാറിലും ജലനിരപ്പ് ഉയരുന്നു.
മഴ സംബന്ധമായ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് അനുസരിച്ച് മൂവാറ്റുപുഴയാറിലെയും കാളിയാറിലെയും തൊടുപുഴയാറിലെയും ജലനിരപ്പ് ഉയർന്നുവെന്ന് തന്നെയാണ്. ഇന്ന് രാവിലെ 4 മണി മുതൽ ഏകദേശം 6 മണിക്കൂർ തുടർച്ചയായിട്ട് എറണാകുളം ജില്ലയിൽ റെഡ് അലർട്ടായിരുന്നു. ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഇതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, പ്രത്യേകിച്ച് അംഗനവാടി ഉൾപ്പെടെ ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം അവധി പ്രഖ്യാപിക്കുന്ന സാഹചര്യം, അടിയന്തര അവധി പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയി. ഇന്നാലും എറണാകുളം ജില്ലയിൽ റെഡ് അലർട്ട് സംബന്ധമായിട്ടുള്ള വലിയ മഴയൊന്നും പെയ്തില്ലെങ്കിൽ പോലും മഴ പെയ്യുന്നുണ്ട്. ഇപ്പോഴും ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. എറണാകുളത്തിന്റെ ഉൾപ്രദേശങ്ങളിലൊക്കെ മഴയുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ മൂവാറ്റുപുഴയാറിലെയും ഈ തൊടുപുഴയാറിലെയും കാളിയാറിലെയും ഒക്കെ ജലനിരപ്പ് ഉയരുന്നത്. അപകടകരമായ നിലയിലേക്കുള്ള ഉയർച്ചയിലേക്ക് തന്നെയാണ് എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. അതേസമയം തന്നെ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഗതാഗത സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും, ഗതാഗത കുരുക്കടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുപോലെ വാഹനം ഓടിക്കുമ്പോൾ കാഴ്ചമങ്ങൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, റോഡിൽ വെള്ളക്കെട്ടുണ്ടാകുന്നതുമായി ഉണ്ടാകുന്ന ഗതാഗത തടസ്സം തുടങ്ങിയവയൊക്കെ അതിനൊക്കെ മുൻകരുതൽ ഉണ്ടാകണം. കഴിവതും വീട്ടിൽ തന്നെ ഇരിക്കുക എന്നുള്ള നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്നത്. അടിയന്തരമായിട്ടാണ് ഇത്തരത്തിൽ റെഡ് അലർട്ട് എറണാകുളം ജില്ലയിൽ പ്രഖ്യാപിക്കപ്പെടുന്നതും ഇത്തരത്തിൽ വലിയ മഴയിലേക്ക് പോകുന്നതും. പ്രത്യേകിച്ചും ഈ ചെല്ലാനം ഭാഗത്തൊക്കെ വലിയ തിരയാണ്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്കും മുന്നറിയിപ്പുണ്ട്. തിരമാലകളുടെ ഉയരം കൂടുന്നതനുസരിച്ചിട്ട് മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്തായാലും ഈ ദിവസം പൂർണ്ണമായും വീട്ടിൽ തന്നെ ഇരിക്കുക, മാക്സിമം സേഫായിരിക്കുക എന്നുള്ള നിർദ്ദേശമാണ് ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഈ അവസാന നിമിഷത്തിൽ മൂവാറ്റുപുഴയാറിൽ ജലനിരപ്പ് ഏകദേശം 9.6 മീറ്റർ ഉയർന്നിട്ടുണ്ട്. മുന്നറിയിപ്പ് ജലനിരപ്പ് ഉയർപ്പ് എന്ന് പറയുന്നത് 10.9 മീറ്ററാണ്. അതിൽ അപകടനില എന്ന് പറയുന്നത് 11.93 മീറ്ററാണ്. അതായത് ഏകദേശം 2 മീറ്റർ താഴെയാണ് മൂവാറ്റുപുഴയാറുമായി ബന്ധപ്പെട്ടുള്ള അപകടനില. മുന്നറിയിപ്പ് ജലനിരപ്പ് അതിനനുസരിച്ചുള്ള മുന്നറിയിപ്പ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തൊടുപുഴയാറിൽ ഏകദേശം 9.57 മീറ്ററാണ് ഇപ്പോൾ ജലനിരപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ മുന്നറിയിപ്പ് നിരക്ക് എന്ന് പറയുന്നത് 10.78 അപകടനില 11.79 മീറ്ററാണ്. അതേ തുടർന്ന് തന്നെ അടുത്ത 3 മണിക്കൂറിൽ റഡാർ ചിത്രം, ഇപ്പോൾ ലഭിക്കുന്ന റഡാർ ചിത്രം അനുസരിച്ചിട്ട് ശക്തമായ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 50 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ പുറത്തിറങ്ങുമ്പോഴും മാക്സിമം പുറത്തിറങ്ങാതെ നോക്കുക എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമ്പോഴും പുറത്തിറങ്ങുമ്പോൾ തന്നെ ഉണ്ടാകാൻ പോകുന്ന പ്രധാനപ്പെട്ട തടസ്സങ്ങൾ പ്രധാനമായും ഗതാഗത കുരുക്കായിരിക്കും. അതുമാത്രമല്ല, റോഡുകളൊക്കെ പലയിടങ്ങളിലും നമുക്കറിയാം കുഴികളാണ്, വലിയ കുഴികളാണ്. വാഹനങ്ങൾക്ക്, അതായത് മഴ പെയ്ത് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ കുഴികൾ തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ ഉള്ള വലിയ അപകട കുഴികളാണ്, അപകടം പതിയിരിക്കുന്ന കുഴികളാണ് എറണാകുളത്ത് പല റോഡുകളിലുമുള്ളത്. അതുകൊണ്ട് തന്നെ അപകടത്തിലേക്ക് ചെന്ന് വെള്ളക്കെട്ടുണ്ടാകുന്ന ഭാഗങ്ങളിൽ അപകടത്തിലേക്ക് ചെന്ന് ചാടരുത് എന്നുള്ള മുന്നറിയിപ്പും ജില്ലാ ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തൃശ്ശൂരിലും ഇന്ന് റെഡ് അലർട്ടായിരുന്നു രാവിലത്തെ സാഹചര്യത്തിൽ. പക്ഷേ അത് പിന്നീട് യെല്ലോ അലർട്ടിലേക്ക് മാറിയിട്ടുണ്ട്. എന്നിരുന്നാലും ശക്തമായ മഴ തൃശ്ശൂർ ജില്ലയുടെ പല ഭാഗങ്ങളിലും പെയ്യുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തൃശ്ശൂർ ജില്ലയിലും ഇന്ന് അവധിയാണ്. ഇന്ന് ഈ പറയുന്ന അടിയന്തരമായിട്ടുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പല ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധി നൽകുന്നതും. ഇത്തരത്തിൽ മഴ മുന്നറിയിപ്പ് നൽകുന്ന സാഹചര്യത്തിൽ, അതായത് കാലാവസ്ഥ പെട്ടെന്ന് മാറുന്ന അല്ലെങ്കിൽ അലേർട്ടുകൾ തീവ്രത പെട്ടെന്ന് മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര അടിയന്തരമായ ജില്ലാ ഭരണകൂടങ്ങൾ ഇടപെട്ട് മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പി.കെ. ബഷീർ. ഇക്കാര്യത്തിൽ പ്രത്യേക റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈരാറ്റുപേട്ടയിൽ തകർന്ന പാലങ്ങൾ പുതുക്കി പണിയുമെന്നും മന്ത്രി പറഞ്ഞു. വീടുപടി ഡിപ്പാർട്ട്മെന്റിന് 75 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. പല ഡിപ്പാർട്ട്മെന്റ് കാർഷിക മേഖലയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മറ്റ് മേഖലകളിൽ എല്ലാം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വീടുകളിൽ തന്നെ വെള്ളം കയറി. വീടുകളിൽ വെള്ളം കയറിയതിന് ഭാഗമായിട്ട് 10,000 രൂപ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം വീട് നിർമ്മിക്കുന്നതിനുള്ള സംഖ്യ വർദ്ധിപ്പിച്ചു. ആദ്യം 6 ലക്ഷം ഉള്ളതിപ്പോൾ 4 ലക്ഷം രൂപ ഉള്ളത് 6 ലക്ഷം രൂപയാക്കി. മൊത്തം 12 ലക്ഷം രൂപയാക്കി. സ്ഥലം അടക്കം ഉള്ളതിന് വർദ്ധിപ്പിച്ചു. അതേപോലെ ഈ പാർട്ട്ലി ഡാമേജ് ഉണ്ട് 50%, 70%, അതിൻ്റെ എമൗണ്ടും വർദ്ധിപ്പിച്ചു. പിന്നെ ഒരു ദുരിതം വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കലാണ്. അതിൽ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കേരളീയ സമൂഹത്തിൽ തന്നെ ഈ ദുരിതം വരുമ്പോൾ 2018-ലും 2022-ലും ഒക്കെ നമ്മുടെ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും
അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടിക്കാരും ദൃശ്യമാധ്യമങ്ങളും ഗവൺമെൻറ്റും ഒക്കെ ഒരുമിച്ചിട്ടാണ് ഇതിനൊക്കെ നമ്മൾ നേരിട്ടത്. അതുപോലെ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ട്. ഗവൺമെൻറ് അതിൽ മുൻപന്തിയിലുണ്ടാവും ചെയ്യും. 36,820 കർഷകരെ പ്രളയം ബാധിച്ചെന്ന് മന്ത്രി ടി സിദ്ദിഖ്. 100 കോടിക്കടുത്ത് നഷ്ടമുണ്ടായി. ഞായറാഴ്ച കുട്ടനാട് സന്ദർശിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കേന്ദ്രത്തോട് സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. മിന്നൽ പ്രളയത്തിന്റെയും ദുരന്തത്തിന്റെയും പശ്ചാത്തലത്തിൽ 14 ജില്ലകളിലും കൃഷിവകുപ്പ് കൺട്രോൾ റൂമുകൾ ആരംഭിച്ചു. ഇതിന്റെ പ്രവർത്തനം ഏറ്റവും നല്ല രീതിയിലുള്ള ഏകോപന പ്രവർത്തനങ്ങൾ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ 36,829 കർഷകരെ ബാധിച്ചു. 3,264 ഹെക്ടർ കൃഷിഭൂമി ഇതിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട്. 100 കോടിയുടെ 99.29 കോടിയാണ് ഇന്നലെ വൈകുന്നേരം വരെയുള്ള കണക്ക്. 99.29 കോടി രൂപയുടെ കാർഷിക നഷ്ടമാണ് ഇതുവരെ ഇന്നലെ വൈകുന്നേരം വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ബഹുമാനപ്പെട്ട കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ശ്രീ ശിവരാജ് സിംഗ് ചൌഹാന് ഇന്നലെ ഞാൻ ഔദ്യോഗികമായി കേരളത്തിലെ കൃഷിനാശം സംബന്ധിച്ച് അദ്ദേഹത്തിന് കത്തെഴുതിയിട്ടുണ്ട്. അടിയന്തരമായിട്ടുള്ള 110 കോടിയുടെ സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടുകൊണ്ടാണ് കത്തെഴുതിയത്. ഓണത്തിന് പച്ചക്കറി വില വർദ്ധിക്കാതിരിക്കാൻ 2000 ഓണച്ചന്തകൾ നടത്തുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. 20 കോടി ഇതിനായി മാറ്റിവെക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഈ വരുന്ന ഓണത്തോടനുബന്ധിച്ച് പച്ചക്കറികളുടെ വില വർദ്ധിക്കാതിരിക്കാൻ 2000 ചന്തകൾക്ക് നേതൃത്വം കൊടുക്കാൻ കൃഷി വകുപ്പ് തീരുമാനിച്ചു. ഹോർട്ടികോർപ്പും VFPCKയും വഴിയായി 2000 ഓണച്ചന്തകൾ നടത്താൻ വേണ്ടി തീരുമാനമെടുത്തു. അതിനുവേണ്ടി മാർക്കറ്റിൽ ഇടപെടുന്നതിന് വേണ്ടി 20 കോടി രൂപ നിലവിൽ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി ആ കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള ഇടപെടൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. 2018 സർക്കാരിനൊപ്പം നിൽക്കാനാണ് അന്നത്തെ പ്രതിപക്ഷം ശ്രമിച്ചതെന്നും ഇപ്പോൾ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാനാണ് ദുരന്ത സമയത്ത് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും മന്ത്രി PC വിഷ്ണുനാഥ്. KU ജനീഷ് കുമാറിന്റെ ആരോപണം മന്ത്രി തള്ളി. അസാധാരണമായ സാഹചര്യം, അസാധാരണമായ മഴ ഒക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ചില ഒറ്റപ്പെട്ട പോരായ്മകളുണ്ടാകും. അതെല്ലാ കാലത്തും മലയാളി ഒരുമിച്ച് നിന്നാണ്, രാഷ്ട്രീയമാർക്ക് ഒരുമിച്ച് നിന്നാണ് അത് പരിഹരിച്ചിട്ടുള്ളത്. നിങ്ങൾ പത്രപ്രവർത്തകരല്ലേ? 2ാമത്തെ ദിവസവും 3ാമത്തെ ദിവസവും 4ാമത്തെ ദിവസവും 2018 അന്നത്തെ പ്രതിപക്ഷം ഗവൺമെന്റിനെതിരെ വിമർശനമായി വന്നിട്ടുണ്ടായിരുന്നോ എന്ന് നിങ്ങൾ പരിശോധിക്കാം. ഇതിനേക്കാൾ കൂടുതൽ മനുഷ്യജീവൻ നഷ്ടപ്പെട്ടില്ല. ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ പറഞ്ഞു ഇവർക്കും ഞങ്ങൾ ഈ ഗവൺമെന്റ് വിമർശനാതീതരൊന്നുമല്ല. പ്രതിപക്ഷം വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങളായിട്ട് ഞങ്ങൾ അതിനെ പരിശോധിക്കത്തുള്ളൂ, പരിഗണിക്കത്തുള്ളൂ. പക്ഷേ ഈ നിമിഷം, ഈ ദിവസം, 2ാം ദിവസം തന്നെ ഇത് വേണ്ടിയിരുന്നോ എന്നുള്ളത് അവര് പരിശോധിക്കേണ്ട ഔചിത്യത്തിന്റെ ഒരു കാര്യം. പാണക്കാട് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് അനധികൃതമായി ഒന്നും നടന്നിട്ടില്ലെന്ന മലപ്പുറം നഗരസഭാ ചെയർപേഴ്സന്റെ വാദം പൂർണ്ണമായും തള്ളി വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. മണ്ണെടുക്കാനുള്ള അനുമതി മറികടന്ന് കല്ല് പൊട്ടിക്കാൻ ശ്രമം നടന്നിരുന്നു. പാണക്കാട് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് ഒരു കാരണവശാലും ഇനി നിർമ്മാണം അനുവദിക്കില്ല എന്നും മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നിയമപരമായി കോറിയിങ് നടത്തി പോകുന്ന ആളുകൾക്ക് പ്രോബ്ലമില്ല, സുരക്ഷിതത്വം പാലിച്ചുകൊണ്ട്. അല്ലാത്തവരുടെ കാര്യത്തിൽ കേരളത്തിൽ ഈ ഇപ്പോൾ 2018 അതിനുശേഷം ഇപ്പോഴൊക്കെ വന്ന അവസ്ഥകൾ വെച്ചിട്ട് ഡേഞ്ചറുള്ള യാതൊരുവിധ ആക്ടിവിറ്റി, അതിപ്പോൾ നമ്മൾ ചുരം തീർക്കുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. ഡേഞ്ചറുള്ള ആക്ടിവിറ്റികളൊന്നും സമ്മതിക്കില്ല. അത് വളരെ കറക്റ്റ്. ഇപ്പോൾ സ്ട്രിക്റ്റ് ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇല്ലീഗൽ മൈനിങ് എവിടെയും നടക്കില്ല. ഇവിടെ ഇനി കൺസ്ട്രക്ഷൻ ഒന്നും പറ്റില്ല. ഒരുവിധ അത്തരം ആക്ടിവിറ്റീസും ഇവിടെ അനുവദിക്കില്ല. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ പിന്നെ എങ്ങനെ സേഫാക്കാം എന്നുള്ളത് അവർ എക്സ്പെർട്ട് കമ്മിറ്റി, കളക്ടർ അതാ പറയുന്നത്, എക്സ്പെർട്ട് കമ്മിറ്റി നോക്കിയിട്ട് പറയാമെന്നാണ്.
മലപ്പുറം ജിയോളജി ഉദ്യോഗസ്ഥരെ മാധ്യമങ്ങൾക്ക് മുൻപിൽ പരസ്യമായി മന്ത്രി ശകാരിക്കുകയും ചെയ്തു. കനത്ത മഴയെ തുടർന്ന് മാറാടി പഞ്ചായത്തിലെ കായനാട് ശൂലം വെള്ളച്ചാട്ടത്തിന് സമീപം വൻ മണ്ണിടിച്ചിലുണ്ടായി. ഇന്നലെ വൈകിട്ട് 4 മണിക്ക് ഉഗ്രശബ്ദത്തോടെ പ്രദേശത്ത് മണ്ണിടിഞ്ഞു വീഴുകയായിരുന്നു. 14-ാം വാർഡിൽ കായനാടിലെ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഉപേക്ഷിക്കപ്പെട്ട പാറമടയിലാണ് അപകടമുണ്ടായത്. കുന്നിൻ ചെരുവിലെ കളിമണ്ണും കൂറ്റൻ പാറകഷ്ണങ്ങളും താഴെയുള്ള വെള്ളക്കെട്ടിലേക്ക് കുത്തിയൊലിച്ച് പതിക്കുകയായിരുന്നു. മണ്ണിടിച്ചിലുണ്ടായ അപകട മേഖലയ്ക്ക് സമീപം 30-ലേറെ പാറമടകളാണ് നിലവിലുള്ളത്. മുതലപ്പുഴയിൽ കാണാതായ ഷിജിന്റെ കുടുംബം കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുകയാണ്. 8 ദിവസമായിട്ടും ഷിജിനെ കണ്ടെത്താനാകാത്തതിനെതിരെയാണ് പ്രതിഷേധം. 8 ദിവസമായിട്ടുണ്ട്. നമ്മൾ എത്രയെന്നും പറഞ്ഞിട്ട് കാത്തിരിക്കാനായിട്ടാണ്. നമുക്ക് ആ കല്ലിന്റെ ഇടയിൽ ക്യാമറ ഇത് ചെയ്ത് നമുക്ക് തിരച്ചിൽ നടത്തി അത് നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് കിട്ടിയ അതാണ് നല്ലത്. നമ്മൾ ഇന്നിപ്പോ 8 ദിവസം കൊണ്ട് നമ്മൾ അവന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. നമുക്ക് നമുക്കൊരു തീരുമാനം കണ്ടെത്താനായിട്ട് ഇതിന് കഴിയുന്നില്ലേ? സർക്കാരിനായാലും സ്കൂബിളായാലും ഒന്നിനും കഴിയുന്നില്ല. ഇന്നലെ 3 പിള്ളേർ വന്ന് തെരച്ചിൽ നടത്തി, അവർക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾ ആ ക്യാമറ ഇത് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അതിനിടയിൽ ഇരിപ്പുണ്ടല്ലോന്ന് അറിയാമല്ലോ. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് മനുഷ്യത്തോടെ ഈ ഒരു വ്യക്തി ആയതുകൊണ്ടാണെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അവന്റെ ഇതിന് ഒരാളാണെങ്കിൽ അതിനൊരു വിലയുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തി നമുക്ക് വീണ്ടും 1 മാസം 2 മാസം വരെ നമുക്ക് നീണ്ടുപോകാൻ പറ്റൂല. നമുക്ക് എത്രയും പെട്ടെന്ന് അവനെ നമ്മൾ കണ്ടെത്തി തരണം. നമ്മൾ പോയതേ പോയി. നമുക്ക് അവന്റെ ഇതെങ്ങനെ തിരിച്ചു വേണമല്ലോ. ഒരാളിന്റെ ജീവനായിരുന്നാൽ അത് വിലയുള്ളതാണ്. അതിനുള്ളൊരിത് നമുക്ക് കണ്ടെത്തി തരണം. വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഡാൻ കുര്യനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി അവിടെ നിന്ന്. ഡാൻ, മുതലപ്പുഴയിൽ കണ്ണീര് തോരുന്നില്ല. വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. കുട്ടികളുമായി എത്തിയാണ് ഷിജിന്റെ കുടുംബം അവിടെ പ്രതിഷേധിക്കുന്നത്. എന്താണ് അവരുടെ ആവശ്യം? എന്തൊക്കെ വീഴ്ചകൾ സംഭവിച്ചു എന്നതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ ജൂലൈ 31-ാം തീയതിയാണ് മുതലപ്പുഴയിൽ മത്സ്യബന്ധനം കഴിഞ്ഞ് തിരികെ വരുന്നതിനിടെ ഷിജിനും ശ്രീമോനും ഉൾപ്പെടെ 4 പേർ സഞ്ചരിച്ച വള്ളം മറിയുകയും 2 പേർ തെരയിൽപ്പെട്ട് കാണാതാവുകയും ചെയ്യുന്നത്. 3 ദിവസങ്ങൾക്ക് ശേഷം ശ്രീമോന്റെ മൃതദേഹം കണ്ണാന്തുറയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. പക്ഷേ ഷിജിന് വേണ്ടിയുള്ള തെരച്ചിൽ 7 ദിവസം പിന്നിട്ടിട്ടും പുരോഗമിക്കുന്നതല്ലാതെ ഷിജിൻ എവിടെയെന്ന ചോദ്യത്തിന് ഇപ്പോഴും വ്യക്തമായ ഒരു ഉത്തരമില്ല. കോസ്റ്റൽ പോലീസും മറൈൻ എൻഫോഴ്സ്മെന്റും കോസ്റ്റ് ഗാർഡും ഒക്കെ ചേർന്നാണ് വ്യാപകമായി തെരച്ചിൽ നടത്തുന്നത്. പക്ഷേ അത് കാര്യക്ഷമമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഷിജിന്റെ കുടുംബം കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുൻപിലെ റോഡ് ഉപരോധിച്ചുകൊണ്ട് വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഷിജിന്റെ ഭാര്യ ഒരു രോഗിയാണ്. കൈക്കുഞ്ഞുമായാണ് അവർ ഈ സമരത്തിന്റെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായത്. വളരെ വൈകാരികമായ പ്രതിഷേധമാണ് മത്സ്യത്തൊഴിലാളികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ഒക്കെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഫിഷറീസ് വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ കാര്യക്ഷമമായ ഇടപെടൽ ഷിജിനെ കണ്ടെത്തുന്നതിന് വേണ്ടി ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. സമാനമായ തരത്തിലാണ് വിഴിഞ്ഞത്തും ജോണിന്റെ കുടുംബവും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പുല്ലുവിള സ്വദേശിയായ ജോണിനെയും 31-ന് തന്നെയാണ് കാണാതായത്. അതായത് ഈ സ്ഥലങ്ങളിലൊക്കെ അപകടം ഉണ്ടായി കഴിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷം മാത്രമാണ് കോസ്റ്റൽ പോലീസിന്റെ സാന്നിധ്യം തെരച്ചിലായി എത്തുന്നത്. വിഴിഞ്ഞത്ത് നിന്ന് അടക്കം ഈ കോസ്റ്റൽ പോലീസ് ബോട്ടുകളിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ പെരുമാതുറയിൽ പ്രത്യേകിച്ച് മുതലപ്പുഴ ഉൾപ്പെടെയുള്ള മേഖലകളിൽ കോസ്റ്റൽ പോലീസിന്റെ സ്ഥിരം സാന്നിധ്യം വേണമെന്ന ആവശ്യം കൂടിയാണ് ഈ പ്രതിഷേധക്കാർ ഉയർത്തുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. വിഴിഞ്ഞം പുല്ലുവിളയിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞ് കാണാതായ ജോണിന് വേണ്ടിയുള്ള തെരച്ചിൽ 8-ാം ദിനത്തിലേക്ക് കടന്നിരിക്കുന്നു. മേഖലയിൽ തുടർച്ചയായ അപകടങ്ങളുണ്ടായിട്ടും രക്ഷാപ്രവർത്തനത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സംവിധാനങ്ങൾ പരാജയപ്പെട്ടെന്ന ആക്ഷേപവുമായി കുടുംബം രംഗത്തെത്തി. 18 നോട്ടിക്കൽ മൈൽ ദൂരത്ത് അപകടം നടന്നിട്ടും തെരച്ചിൽ നടന്നത് 4 നോട്ടിക്കൽ മൈൽ മാത്രം ദൂരത്തിലാണ് എന്നതാണ് പരാതി. ഫിഷറീസ് മന്ത്രി ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും ജോണിന്റെ കുടുംബം ന്യൂസ് 18നോട് പറഞ്ഞു. കഴിഞ്ഞ ജൂലൈ 31-ന് വിഴിഞ്ഞത്ത് വെച്ച് മത്സ്യബന്ധനത്തിനിടെ കടലിൽ കാണാതായ ജോണിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. 8-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ജോണിന് വേണ്ടിയുള്ള തെരച്ചിൽ. പക്ഷേ ഇപ്പോഴും ജോണിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആവുന്നതെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് മറൈൻ എൻഫോഴ്സ്മെൻറ്റും കോസ്റ്റ് ഗാർഡുമൊക്കെ ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ജോൺ എവിടെ എന്നതിന് മാത്രം ഇപ്പോഴും കൃത്യമായൊരു ഉത്തരമില്ല. ഇപ്പോൾ ഈ കുടുംബാംഗങ്ങൾ തന്നെ ജോണിൻ്റെ 3 മക്കൾ എന്നോടൊപ്പം ചേരുന്നു. ജിനു, ജിജിൻ, ജിത്തു.
7 ദിവസം കഴിഞ്ഞു, 8ാം ദിവസത്തിലേക്ക് കടക്കും. എന്താണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അവസാനമായിട്ട് പറയുന്നൊരു കാര്യം? നമ്മൾ തെരച്ചിലിന് വേണ്ടിയിട്ട് ഒരു 2 ദിവസം മുമ്പ് ഫിഷറീസിലോട്ട് പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു റിപ്ലൈ ആ സമയത്ത് തന്നില്ല. അതിനുശേഷം ഇപ്പം നമ്മൾ ഇന്ന് കളക്ട്രേറ്റിനെ ബന്ധപ്പെട്ടിട്ടുണ്ടപ്പോഴത്തേക്കും പിന്നെ കോസ്റ്റ് ഗാർഡ് 2 ദിവസം മുമ്പ് പറഞ്ഞതും നമ്മൾ അഷ്യൂരിറ്റി തന്നിട്ടാണ് വിട്ടത്. പക്ഷെ നമുക്ക് ആ ഏരിയൽ സെർച്ചൊക്കെ നടന്നത് തന്നെ ഒരു 1.5 hours മാത്രമേ അത് ഉണ്ടായിരുന്നുള്ളൂ. അതും ഇത്ര ദൂരത്തെ കൊച്ചിയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തിട്ട് ആ 1.5 hour മാത്രമാണ് എയർലൈൻ്റെ ടൈം അവർക്ക് അവിടെ ഉണ്ടായിരുന്നത്. അവരവിടെ നാഗർകോവിൽ സഹിതം അവർ അത് ചുറ്റി സഞ്ചരിച്ചു. അപ്പോൾ അത്രയും സ്പീഡിലാണ് അവരവിടെ പോയതും തിരിച്ചു പോയതും. 1.5 മണിക്കൂർ കൊണ്ട് 1.5 മണിക്കൂറേ ആ ഏരിയൽ സെർച്ച് ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ ഫാൽക്കൺ എന്ന് പറഞ്ഞിട്ടൊരു ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ എയർക്രാഫ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് നമ്മളിവിടെ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ട്രാക്ക് ചെയ്തിട്ട് ഈ ഡീറ്റെയിൽസ് അവർക്ക് ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും അവർ പറഞ്ഞത് അത്രയും അങ്ങനെ സാധാരണ ചെയ്യുന്നുള്ള ആ ഒരു രീതിയിലാണ് നമുക്ക് റിപ്ലൈ തന്നത്. മാത്രമല്ല നമുക്കത് എഫിഷ്യൻ്റ് ആണെന്ന് തോന്നിയില്ല. ഇതല്ല ഇതിനു മുമ്പ് ചെയ്ത കാര്യങ്ങൾ. അപ്പം ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ്. ഒരു ആക്സിഡൻറ്റ് നടക്കുമ്പോഴാണ് നമ്മളത് ഹെൽപ്പ് ചെയ്യേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ടെക്നോളജീസോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ കയ്യിലില്ല. ഇതുവരെയും ഒരു ഓഷനിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ അതിനെ ഹെൽപ്പ് ചെയ്യേണ്ട അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രൊസീജിയർ നമ്മുടെ കയ്യിലില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. നേരത്തെ ഇങ്ങനെ എന്തെങ്കിലും അപകടത്തിൽ പെട്ടിട്ടുണ്ടോ അച്ഛനോ? കടലിൽ പോകുന്ന എല്ലാവരും ഉറപ്പായിട്ടും ഇങ്ങനെ പെട്ടിട്ടുണ്ടാകും. പപ്പ ഇതിനു മുമ്പ് 2 times ഇതുപോലെ പെട്ടിട്ടുണ്ട്. അപ്പം പപ്പയെ തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഉറപ്പായിട്ടും പപ്പ തിരിച്ചു വരും. പപ്പ വരുന്നവരെ വെയിറ്റിംഗ് ആണ്. പക്ഷേ കുറച്ചുകൂടെ നേരത്തെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവരോട് ഇത്രയും നമ്മൾ ഹെൽപ്പ് ആവശ്യപ്പെടുന്നത്, ഇവരോട് ഇത്രയും നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത്. എന്താണ് ചെയ്യുന്നത്? ഞാനിപ്പം PhD ചെയ്യാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ. ഗവൺമെൻറ് ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള, കാരണം നിങ്ങൾ നേവിയുടെ അടക്കം സഹായം തേടിയിരുന്നു അല്ലേ? നേവിയുടെ അടക്കം നമുക്കിവിടെ ഒരു ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, കരിങ്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്റ്റർ പുഷ്പ വിൻസെന്റ്, അദ്ദേഹം ഞങ്ങളെ ഒരുപാട് ഞങ്ങൾ അവിടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ പോയി ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് വരെയും അവരോട് ഞങ്ങൾ ചോദിക്കുകയാണ്, ഓരോ കാര്യങ്ങൾ ചോദിക്കണം. അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ അപ്ഡേറ്റും അദ്ദേഹം നമ്മുടെ അവിടെ നിന്ന് എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതേ ആൾ തന്നെ ഒരു വിൻസെന്റ് MLA, അയാൾ ഞങ്ങളോട് ചോദിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് നിങ്ങളുടെ പപ്പയുടെ കൂടെ തിരിച്ചു വന്നവർ പപ്പയെ തേടി സെർച്ചിന് വേണ്ടിയിട്ട് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. വീണ്ടും തൊട്ടടുത്ത ദിവസം തന്നെ അവരവരുടെ ലൈഫ് പോലും ആ ഒരു സ്ട്രെസ്സിൽ നിന്ന് ആൻസൈറ്റിയിൽ നിന്ന് അവർ പുറത്തു വന്നിട്ടുണ്ടാകത്തില്ല. പക്ഷേ തൊട്ടടുത്ത ദിവസം തന്നെ അവർ റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടിയിട്ട് വീണ്ടും അവർ സ്വന്തം കാശിൽ പോവുകയാണ്, ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ, ഗവൺമെൻറ്റിൻ്റെ സഹായമില്ലാതെ. പക്ഷെ അങ്ങനെ പോയവർ എന്തെങ്കിലും അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്നാണ് ഈ MLA വിൻസെന്റ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ അത് ഭയങ്കര ഒരു ഇറസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പൊളിറ്റിക്കൽ വർക്ക് എന്ന് പറയുന്നത് കല്യാണ വീടുകളോ അല്ലെങ്കിൽ മരണ വീടുകളോ കയറി ഇറങ്ങുന്നത് മാത്രമല്ല, ഒരാളെ ഇമ്മീഡിയറ്റ് ആയിട്ട് സഹായിക്കുക എന്നുള്ളതാണ് ആ പൊളിറ്റിക്കൽ വർക്കിൻ്റെ. അതിൻ്റെ അർത്ഥം പോലും മനസ്സിലാക്കാതെയാണ് അദ്ദേഹം ഇത്രയും കാലം ഭരിച്ചു എന്നുള്ളത് തന്നെ വളരെ ഒരു സങ്കടകരമായ കാര്യമാണ്. പിന്നെ ഇന്നലെ നമുക്കൊരു നമ്മുടെ എക്സ് മിനിസ്റ്റർ ശിവൻകുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വന്ന് നമ്മളോട് സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഞങ്ങൾക്ക് കളക്ടറിൻ്റെ നമ്പർ തരുകയും ഇന്ന് കളക്ടറിനെ നേരിട്ട് കാണാനും ഇടയായത്. പിന്നെ ഇന്ന് കുറേ പേര് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ സർക്കാരിൻ്റെ വശത്തു നിന്ന്, ഈ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വശത്തു നിന്ന് എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇതുവരെ നമ്മളെ കോൺടാക്റ്റ് പോലും ചെയ്യാത്ത ഒരു ഫിഷറീസ് മിനിസ്റ്റർ ഉള്ള കാലഘട്ടത്താണ് നമ്മൾ താമസിക്കുന്നതെന്ന് ഓർക്കുമ്പോഴും അതും ഭയങ്കര ഒരു സാഡായിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹം ഇതുവരെ നമ്മളെ കോൺടാക്റ്റ് പോലും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു നിഴൽ പോലും ഇവിടെ വന്നിട്ടില്ല. അദ്ദേഹത്തിന് എന്ത് റെസ്പോൺസിബിലിറ്റിയാണ് ഉള്ളതെന്നുള്ള ഒരു ചോദ്യം കൂടെയുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു രാഷ്ട്രീയമായ ആരോപണങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക്, കാരണം മത്സ്യത്തൊഴിലാളികൾ ഈ കടൽ പ്രക്ഷുബ്ധമാകുന്ന സമയത്തും മത്സ്യബന്ധനത്തിന് പോകുന്നവരാണ്. അപ്പോൾ അപകടങ്ങളും സ്വാഭാവികമായ സമയങ്ങളിലൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം ഇവിടെ ഒരു ഏതെങ്കിലും ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ വീഴ്ച എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്ന ഈ കൃത്യമായി ഇത്തരം അപകടങ്ങളുണ്ടായാൽ അവർ ഇപ്പം അതേ ദിവസം തന്നെയാണ് മുതലപ്പുഴയിലും അപകടമുണ്ടായി. അവിടെയും 2 പേർക്ക് ഇതിൽ ഒരാളെ ഇപ്പോഴും കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അവിടെയും ഇത് തന്നെയാണ് പ്രശ്നം. അവിടെ ഒരു രക്ഷാപ്രവർത്തനമല്ല, തെരച്ചിൽ മാത്രമാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കളക്റ്റീവായ ഇടപെടലല്ലേ നമുക്ക് ആവശ്യമായിട്ടുള്ളത്? അതെ, കാരണം പപ്പ പോയിരിക്കുന്നത് തന്നെ 18 to 20 നോട്ടിക്കൽ മൈൽ ആ റേഞ്ചിലാണ്. അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിൽ പോലും വരുന്നതല്ല, അത് സെൻട്രൽ ഗവൺമെന്റ്. അപ്പം ഇവരൊരു റെസ്ക്യൂ ഓപ്പറേഷൻ ചെയ്യുമ്പോഴത്തേക്കും ഇവർ സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും രണ്ടും കൂടെ സംയോജിച്ച് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ഇവിടെ അത് നടക്കുന്നില്ല. പക്ഷേ ഇവിടെ ഇതേ സ്ഥലത്ത് തന്നെയാണ്
തന്നെയാണ് MSCയുടെ കപ്പൽ മറിഞ്ഞപ്പോഴത്തേക്കും 14-15 മിനിറ്റിനുള്ളിൽ ഇതേ കടലിൽ, കേരളത്തിലെ കടലിൽ തന്നെയാണ് ഇതേ സംഭവം നടന്നത്. അന്ന് ഇവരെല്ലാവരും ഉണ്ടായിരുന്നില്ലേ? അന്ന് നേവിയും എയർഫോഴ്സും എല്ലാം അപ്പം തന്നെ വന്നില്ലേ? അപ്പം ഓരോരുത്തരെയും ഇങ്ങനെ ജനറലൈസ് ചെയ്യുന്ന എന്തിനാണ്? ഈ ജനറലൈസേഷൻ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളി എന്ന് കേൾക്കുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന ഒരു അവജ്ഞയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ നമ്മുടെ കേരളം ഇത്രയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ ഗുഡ്സ് ആൻഡ് സർവീസ് GST ആവട്ടെ, എന്ത് തന്നെ ആവട്ടെ, സ്റ്റേറ്റ് GSDP ആവട്ടെ, എന്ത് തന്നെ ആയാലും മറൈൻ സെക്ടർ ഒരു വലിയ വിഭാഗം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ടാക്സും കൂടെയാണ് നിങ്ങളുടെ സാലറി. പക്ഷെ അതിൽ എന്തുകൊണ്ടാണ് നിങ്ങളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്? ഇതുവരെയും ഒരു SOP പോലും അവരെ രക്ഷിക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? ഒരു ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്, ഒരു തീരദേശ പ്രദേശം മുഴുവൻ ഒഴിഞ്ഞു കൊടുത്തിട്ടാണ് നമ്മുടെ ഇന്നത്തെ ടെക്നോളജിയുടെ ISROയുടെ ഇന്ത്യൻ സ്പേസ് ആൻഡ് റിസർച്ച് ഓർഗനൈസേഷൻ ഇന്നിവിടെ നിലനിൽക്കുന്നത്. പക്ഷേ ആ ടെക്നോളജി എന്ത് തിരിച്ച് കോസ്റ്റൽ സെക്ടറിന് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ള ക്വസ്റ്റ്യനിങ് ഞങ്ങൾക്കുണ്ട്. ഒരു പ്രോപ്പറായിട്ടുള്ള ലോക്കലൈസ്ഡ് ആയിട്ടുള്ള വെതർ സിസ്റ്റം പോലും, വെതർ ഫോർകാസ്റ്റിംഗ് സിസ്റ്റം പോലും നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ ചോദിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഞങ്ങളുടെ മുമ്പിൽ. നിങ്ങൾ തരുന്ന വെതർ ഫോർകാസ്റ്റിംഗ് അത് ഇന്ന് കളക്ടർ തന്നെ സമ്മതിക്കുന്നുണ്ട് അവരുടെ കയ്യിൽ അത് പ്രോപ്പർ അല്ല എന്നുള്ളത്, അത് ആക്യുറേറ്റ് അല്ല എന്നുള്ളത്. ഇതൊരു വീഴ്ചയല്ലേ? ഇതിന് ആരാണ് റെസ്പോൺസിബിലിറ്റി? ഇതിന് അക്കൗണ്ടബിലിറ്റി എടുക്കുന്നത് ആരാണെന്ന് പ്രോപ്പറായിട്ട് ഞങ്ങൾ അറിയണം. വൈകാരികമാണ് വാക്കുകൾ 3 മക്കളുടെയും. ഞാൻ മറ്റുള്ളവരിലേക്ക് പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, രാഷ്ട്രീയമായ ആരോപണങ്ങൾക്കോ പ്രത്യാരോപണങ്ങൾക്കോ ഒക്കെ അപ്പുറത്തേക്ക് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു രക്ഷാദൗത്യ സംഘത്തിൻ്റെ സാങ്കേതിക വിദ്യ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനം അത് വിഴിഞ്ഞത്തും മുതലപ്പുഴയിലുമൊക്കെ അനിവാര്യമായിരിക്കുന്ന സാഹചര്യമാണ്. കാരണം ഈ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങളെ അതിജീവിക്കാൻ അത് മാത്രമാണ് ഏക പോംവഴിയും. ക്യാമറമാൻ അരുണിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ഇടുക്കി മലങ്കര ഡാമിൽ രാസമാലിന്യം. രാവിലെ മുതൽ ഡാമിലേക്ക് രാസമാലിന്യം ഒഴുകി വരികയാണ്. സമീപത്തെ ഫാക്ടറികളിൽ നിന്നാണ് മാലിന്യം ഒഴുകിയെത്തുന്നതെന്നാണ് സംശയം. 3 ജില്ലകളിലെ ജലസേചന പദ്ധതികൾക്ക് ആശ്രയമാണ് ഈ മലങ്കര ഡാം. വിഷയത്തിൽ പോലീസും പഞ്ചായത്തും അന്വേഷണം തുടങ്ങി. രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധയപ്പെട്ടത്. ഇത് നല്ല ഓയിൽ, വണ്ടി ഓയിൽ കലങ്ങി വരുന്നത്, നല്ല കട്ടിയിൽ വെള്ളത്തിലൂടെ കലങ്ങി വരികയായിരുന്നു. ഞങ്ങൾ രാവിലെ കാണുമ്പോൾ നല്ലൊരു മണം ഉണ്ടായിരുന്നു ഓയിലിൻ്റെ. അങ്ങനെ ആൾക്കാർ ഇങ്ങനെ പോലീസ് വിവരം അറിയിച്ചു. പോലീസുകാർ വന്നു, അവർ നോക്കി, അവർ ഇത് എവിടുന്നാന്ന് അറിയാൻ വേണ്ടി അവർ കരോട്ട് ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ഒക്കെ പറഞ്ഞ് ഒത്തിരി ആൾക്കാർ കുടിക്കുന്ന വെള്ളമൊക്കെ, ആൾക്കാർക്ക് ചൊറിച്ചിലും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വെള്ളത്തിൽ കുളിക്കുമ്പോഴേ. ഇത് എത്ര പഞ്ചായത്തുകൾ? ഇത് കൊടിയത്തൂർ പഞ്ചായത്തുണ്ട്, ആലക്കുടി പഞ്ചായത്തുണ്ട്, ഇടവെട്ടി പഞ്ചായത്തുണ്ട്, കുടുംബന്നൂർ പഞ്ചായത്ത്. ഇതൊക്കെ വെള്ളം ഇങ്ങോട്ട് ജപ്പാൻ കുടിവെള്ളത്തിൽ വെള്ളം ഇവിടുന്ന് എല്ലാം അടിച്ചു കൊടുക്കുന്നത്. പിന്നെ ഹില്ലുവെക്ക വെള്ളം എടുക്കുന്നത് താഴെ നിന്നാണ്, ഈ ഡാമിൽ നിന്ന് തന്നെയാണ്. അങ്ങനെ ഒത്തിരി പദ്ധതികളുണ്ട് ഇതിനകത്ത്. തിരുവനന്തപുരം വർക്കല പാപനാശം കടൽ തീരത്ത് ചത്ത കടൽപ്പാമ്പുകളും ചെറുമത്സ്യങ്ങളും കരയ്ക്കടിഞ്ഞ് പ്രദേശത്ത് രൂക്ഷമായ ദുർഗന്ധം. കരയ്ക്കടിഞ്ഞ മാലിന്യങ്ങൾ സമയബന്ധിതമായി നീക്കം ചെയ്യാത്തതാണ് പ്രശ്നത്തിന് കാരണം. പാപനാശം കടൽ തീരം ശുചീകരിക്കുന്നതിന് ടൂറിസം വകുപ്പ് തൊഴിലാളികളെ നിയമിച്ചിട്ടുണ്ടെങ്കിലും ശുചീകരണം നടക്കുന്നില്ല എന്നാണ് ആക്ഷേപം. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അടച്ചുപൂട്ടൽ ഉത്തരവിന് പിന്നാലെ ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് പ്രവർത്തനം ആരംഭിച്ച കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ സമരം പുനരാരംഭിച്ച നാട്ടുകാർ. പ്ലാന്റിലേക്കുള്ള വഴി ഉപരോധിച്ചാണ് പ്രതിഷേധം. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കളക്ടറുടെ നേതൃത്വത്തിലുള്ള പരിശോധന തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. ഫ്രഷ് കട്ട് ഫാക്ടറിയുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉത്തരവിട്ടത്. ഇതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് നാട്ടുകാർ ആഹ്ലാദ പ്രകടനമടക്കം നടത്തുകയും ചെയ്തു. എന്നാൽ മണിക്കൂറുകൾക്കകം ഈ ഉത്തരവ് പിൻവലിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇതിന് സ്റ്റേ നൽകിക്കൊണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവ് ഇറങ്ങുകയായിരുന്നു. കളക്ടറും ഒപ്പം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം, എഞ്ചിനീയറിംഗ് രംഗത്തെ വിദഗ്ധരുമടക്കം പങ്കെടുക്കുന്ന ഒരു സമിതി പ്രത്യേക പരിശോധനകൾ നടത്തിയ ശേഷം മാത്രമേ ഇനി ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കാൻ കഴിയൂ എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും ജില്ലാ കളക്ടർ അടക്കം ഇന്ന് പരിശോധന നടത്താനുള്ള ഒരു സാധ്യതകളുണ്ടായിരുന്നു. പക്ഷേ രാവിലെ മുതൽ തന്നെ പ്രതിഷേധവുമായി നാട്ടുകാർ ഈ പ്ലാന്റിന് മുൻവശത്തെത്തുകയും റോഡ് ഉപരോധിക്കുകയും ചെയ്തു. ഫാക്ടറിക്കുള്ളിലേക്ക് വാഹനങ്ങൾ കടത്തിവിടാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് സമരക്കാർ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തുള്ളി വേസ്റ്റ് പോലെ ഇവിടെ കൊണ്ടുവന്ന് അവർ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നതല്ല. ഞങ്ങൾ ആരും ഒരു അക്രമ സമരത്തിനൊന്നല്ല, ജനാധിപത്യ രീതിയിലുള്ള വിവേകപരമായ സമരത്തിനാണ്. ഞങ്ങളുടെ പ്രതിഷേധം ഉന്നതങ്ങളിൽ എത്താൻ വേണ്ടിയുള്ള സമരമാണിത്. അവരെ വണ്ടി ഇവിടേക്ക് വരാതിരിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ അധികാരികൾക്കാണ്.
ഇത്തരമൊരു നിലപാടിനെ തുടർന്നാണ് ഇങ്ങോട്ട് ഇന്ന് പരിശോധനയ്ക്ക് എത്തേണ്ടതില്ലെന്ന ഒരു തീരുമാനത്തിൽ ജില്ലാ കളക്ടർ എത്തിച്ചേർന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് സംബന്ധിച്ച് വിശദമായ ചർച്ചകൾക്ക് ശേഷം ഒരുപക്ഷെ തിങ്കളാഴ്ചയോടുകൂടി ഇവിടേക്ക് എത്താൻ സാധ്യതയുള്ളൂ. ഇതിലെ വരുന്ന വാഹനങ്ങൾ കടന്നു പോകാൻ ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം, നേരത്തെ അടക്കം വലിയ സംഘർഷങ്ങൾ ഈ വാഹനങ്ങൾ കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് പോലീസിന്റെ സുരക്ഷ അടക്കം കർശനമാക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ഫാക്ടറി പൂട്ടും വരെ സമരങ്ങൾ തുടരുമെന്നാണ് സമരക്കാർ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും വേണ്ടി 2, 3, 4 കൊല്ലത്തോളം ഞങ്ങൾ ഇതിന് നടക്കുന്നത്. ഇനി നടക്കാനാവില്ല. ഞങ്ങൾക്ക് വീട്ടിൽ കിടന്നുറങ്ങണം, പുഴയിൽ കുളിക്കാൻ ഇറങ്ങാനില്ല. വീട്ടിൽ നിന്ന് കൂട്ടുന്നത് വരെ ഞങ്ങൾ ഒന്നിനും വന്നാലില്ല, ബുദ്ധിമുട്ടിനൊന്നും വന്നാലില്ല, ഒന്നും ചെയ്യാനൊന്നും ഞങ്ങൾ വന്നാലില്ല. ഞങ്ങൾ ഇത് സമരം ചെയ്യാതെ മാത്രം, അത് മാത്രമേ ഞങ്ങൾ ചിന്തിച്ചു. കച്ചവടം വന്നതല്ല, ഒരു ബുദ്ധിമുട്ടിനും വന്നതല്ല. ഞങ്ങൾക്ക് ഇത് കൂട്ടിക്കിടണം, കൂട്ടിന് വരെ ഉണ്ടാവും. ഞങ്ങൾ ഒരു കച്ചവടമല്ല, ബുദ്ധിമുട്ടിനല്ല, ഒരാളെ ശല്യപ്പെടുത്താനല്ല, ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അതേസമയം നിയമാനുസൃതമായാണ് ഫാക്ടറി പ്രവർത്തിക്കുന്നത്. ഒരു തരത്തിലുമുള്ള മാലിന്യങ്ങൾ അനുവദനീയമായതിലും കൂടുതൽ പുറത്തേക്ക് ഒഴുകുന്നില്ല എന്നാണ് കമ്പനി ഉടമകൾ നൽകുന്ന വിശദീകരണം. ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് കട്ടിപ്പാറ പഞ്ചായത്ത് സെക്രട്ടറി ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തത്. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരം ഒരു ഉത്തരവ് കമ്പനി ഉടമകൾക്ക് ലഭിക്കുകയും ചെയ്ത് വിഷയത്തിൽ സമരം കർശനമാക്കാനാണ്, ശക്തമാക്കാനാണ് മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ MLA-മാരുടെ തീരുമാനം. PK ഫിറോസ് MLA അടക്കമുള്ളവർ നേരിട്ട് സമരത്തിന്റെ നേതൃത്വത്തിലേക്ക് എത്തും. ഒരു തരത്തിലും കമ്പനി തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നാണ് MLA-മാരടക്കം വ്യക്തമാക്കുന്നത്. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. പോളിടെക്നിക് ITI പഠിച്ച വിദ്യാർത്ഥികൾക്ക് +2 പഠിക്കാതെ ഡിഗ്രി പ്രവേശനം ഉടൻ നടപ്പിലാക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ. കാലടി സർവകലാശാലയിൽ വർഷങ്ങളായി VC ഇല്ലാതെ ഇരുന്നിട്ടും പ്രശ്നമില്ലായിരുന്നു. സർക്കാർ ഉടൻ VC-മാരെ നിയമിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പോളിടെക്നിക് ITI പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് +2 പഠനം കൂടാതെ തന്നെ അവർക്ക് ഡിഗ്രി പ്രവേശനത്തിന് അഡ്മിഷൻ ലഭിക്കുക എന്നുള്ള ഒരു ആവശ്യം, അത് വളരെ നാളുകളായി നിലനിന്നിരുന്ന ഒരു ഡിമാൻഡായിരുന്നു. എന്തായാലും ഗവൺമെന്റ് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ, അത് കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് തന്നെ ആ വിഷയം ചർച്ചയ്ക്ക് വരികയും അത് നിർദ്ദേശങ്ങൾ കൗൺസില് ഗവൺമെന്റിന് നൽകിയിരുന്നു. പക്ഷെ കഴിഞ്ഞ ഗവൺമെന്റ് അത് സംബന്ധിച്ചിട്ടുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിരുന്നില്ല. എന്തായാലും ഇപ്പോൾ ഗവൺമെന്റ് അത് സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കുകയും 10ാം ക്ലാസ്സിന് ശേഷം പോളിടെക്നിക് ITI കോഴ്സുകൾ പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഡിഗ്രി പ്രവേശനത്തിനുള്ള ഒരു സാഹചര്യം കൂടി ഒരുക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ ഗവൺമെന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാവേരി നദീജല വിഷയത്തിൽ DMK-യുമായുള്ള ചർച്ചകൾക്ക് തയ്യാറാകാതെ മുഖ്യമന്ത്രി ജോസഫ് സി വിജയ്. കാവേരി തർക്കവുമായി ബന്ധപ്പെട്ട് സർവകക്ഷി യോഗം വിളിക്കണമെന്ന പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിന്റെ ആവശ്യം മുഖ്യമന്ത്രി ജോസഫ് സി വിജയ് തള്ളി. അതേസമയം കാവേരി ജലത്തിൽ തമിഴ്നാടിനുള്ള അവകാശങ്ങളിൽ തന്റെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ യാതൊരു വിട്ടുവീഴ്ചയും വരുത്തിയില്ലെന്ന് വിജയ് വ്യക്തമാക്കി. വിഷയത്തിൽ സംസ്ഥാനത്തിന്റെ നിലപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ഡല പുനർനിർണയ ബില്ലിന്റെ കാര്യത്തിൽ നിലപാട് മയപ്പെടുത്തിയെന്ന അഭ്യൂഹങ്ങൾ തള്ളി DMK. ബില്ലിനെ തുടക്കം മുതൽ എതിർത്തിരുന്നുവെന്നും അത് തുടരുമെന്നും ഉദയനിധി സ്റ്റാലിൻ വ്യക്തമാക്കി. മണ്ഡല പുനർനിർണയ നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് സംസ്ഥാനത്തെ MP-മാരുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു നീക്കം. കാസർഗോഡ് കൂവാള സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർ ഇല്ലാത്തത് ചോദ്യം ചെയ്തതിന് പോലീസ് കേസ്. ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതിന് എതിരെയായിരുന്നു പ്രതിഷേധം. രോഗികൾ പുറത്തുള്ളപ്പോൾ OP രജിസ്ട്രേഷൻ നിർത്തിവെച്ചത് നാട്ടുകാർ ചോദ്യം ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവത്തിലാണ് ഇപ്പോൾ കേസ്. 2 മണി വരെയാണ് ടൈം ഉള്ളത്. 12 മണിയാകുമ്പോൾ പറഞ്ഞാൽ OP ടിക്കറ്റ് കൊടുക്കുന്ന ആൾക്കാരെടുത്ത് വന്നാക്കിയിട്ട് പോയി. ഇത്രയും ആൾക്കാർ എന്താ പറയുന്നത്, ഇത്രയും ആൾക്കാർ ഇവിടെ ഒരു മാക്സിമം ഒരു 19 പേഷ്യന്റ് ഇവിടെ കിടക്കുക. അതിന്റെ അകത്തും ആള് കിടക്കുക. ഡോക്ടർ ഒന്നേ ഉള്ളൂ. കുമ്പള സാമൂഹിക കേന്ദ്രത്തിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. ഇവിടെ ഡോക്ടർമാരും ജീവനക്കാരും ഇല്ലാത്തത് ചോദ്യം ചെയ്താണ് ഈ രോഗികൾ ഈ ദൃശ്യം ചിത്രീകരിച്ചത്. എന്തായാലും ഇതിനെ തുടർന്ന് ഇപ്പോൾ 3 പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. കാലവർഷം ആരംഭിച്ചത് മുതൽ കാസർഗോഡ് ജില്ല പനിച്ചു വിറക്കുകയാണ്. ആവശ്യത്തിന് ഡോക്ടർമാർ ജില്ലാ ആശുപത്രിയിലും അതുപോലെ തന്നെ ജനറൽ ആശുപത്രിയിലും ഉൾപ്പെടെ ഇല്ലാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. ഇങ്ങനെ ഒരു സമയത്താണ് ഇതിൽ കൂട്ടത്തോടെ ഈ ജീവനക്കാർ അവധിയെടുക്കുന്ന സാഹചര്യമുണ്ടായത്. ഏതായാലും ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കേൾക്കാം, ഇവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാർ ഉൾപ്പെടെ
ഒരു സ്വകാര്യ ചടങ്ങിനായി കൂട്ടത്തോടെ പോയതാണ് ഈ രോഗികളെ ഇത്തരത്തിൽ പ്രകോപിതരാക്കിയത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ രോഗികൾ ഇവിടെ അതിക്രമം നടത്തുന്ന ഈ ദൃശ്യങ്ങളില്ല. പക്ഷേ ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കുമ്പള പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇവരെ ഈ ദൃശ്യം ചിത്രീകരിച്ചതിനും അതുപോലെ തന്നെ ഇവിടെ ഇത്തരത്തിൽ സംഘർഷാവസ്ഥ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നതിനാണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. എന്തായാലും ഈ ജീവനക്കാർ കൂട്ടത്തോടെ അവധിയെടുത്തത് വലിയ തോതിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. അതേസമയം തന്നെ ഡോക്ടർമാർ ഇത്തരത്തിൽ അവധിയെടുക്കുന്നത് സംബന്ധിച്ച ഒരു മാനദണ്ഡം, ഈ പ്രത്യേകിച്ച് കാലവർഷം ശക്തി പ്രാപിക്കുമ്പോൾ പനിബാധിതരുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ നിലനിൽക്കെ ഇങ്ങനെ അവധിയെടുത്തത് വലിയ തോതിലുള്ള പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. DMO ഉൾപ്പെടെ ഇത് സംബന്ധിച്ച് പരാതിയും നൽകിയിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ കൂട്ടത്തോടെ ജീവനക്കാർ ഡോക്ടർമാർ ഉൾപ്പെടെ പോകാനിടയായ സാഹചര്യം? മണിക്കൂറുകളോളം രോഗികൾക്ക് ഇവിടെ കാത്തിരിക്കേണ്ട അവസ്ഥ വന്നു. അതോടൊപ്പം മരുന്ന് നൽകാൻ പോലും ആളുകളില്ല. അത് പുറത്തുനിന്നും ആകേണ്ട അവസ്ഥ ഉണ്ടായി എന്നാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ പറയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തണമെന്ന ആവശ്യം ഉയർത്തിയിട്ടുണ്ട്. ഇപ്പോൾ 3 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച ആൾ, അതോടൊപ്പം അവിടെ ഇത് ചോദ്യം ചെയ്ത ആൾ, ഇവർക്കെതിരെ ഇങ്ങനെ 3 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. പക്ഷേ അതേസമയം തന്നെ ഇത്തരത്തിൽ 24 മണിക്കൂർ സേവനം നൽകേണ്ട ആശുപത്രികളിൽ ഡോക്ടർമാർ ഉൾപ്പെടെ കൂട്ടത്തോടെ അവധി എടുത്ത് അല്ലെങ്കിൽ രോഗികൾക്ക് ചികിത്സ നിഷേധിക്കുന്ന സാഹചര്യമുണ്ടായ സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന ആവശ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട്. കാസർഗോഡ് നിന്നും KB ബൈജു, ന്യൂസ് 18. കാസർഗോഡ് അമ്പലത്തറയിൽ നിന്നും കാണാതായ സിവിൽ പോലീസ് ഓഫീസറെ മംഗളൂരുവിലെ ലോഡ്ജിൽ കണ്ടെത്തി. രാജപുരം പോലീസ് സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുള്ള കാസർഗോഡ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ സിവിൽ പോലീസ് ഓഫീസറായ ബേളൂർ അട്ടേങ്ങാനം പോർക്കളം കപ്പണ സ്വദേശി സാംസനെയാണ് അമ്പലത്തറ പോലീസ് കണ്ടെത്തിയത്. കോട്ടയം മണർകാട് നിയന്ത്രണം നഷ്ടമായ ബൈക്ക് റോഡിൽ തെന്നി സ്വകാര്യ ബസ്സിനടിയിലേക്ക് മറിഞ്ഞ് യുവതിക്ക് അപകടമുണ്ടായത്. അയർക്കുന്നം സ്വദേശിനി ശ്രീദേവി മനോജാണ് മരിച്ചത്. 23 വയസ്സായിരുന്നു. ബൈക്ക് ഓടിച്ചിരുന്ന സഹോദരനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ട്രെയിനുകളിൽ സ്ഥിരമായി മൊബൈൽ ഫോൺ മോഷണം നടത്തുന്ന 2 കുപ്രസിദ്ധ മലയാളി മോഷ്ടാക്കൾ അറസ്റ്റിൽ. ട്രെയിനുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും യാത്രക്കാരുടെ മൊബൈൽ ഫോണുകളും വിലപിടിപ്പുള്ള വസ്തുക്കളും സ്ഥിരമായി മോഷ്ടിച്ചിരുന്ന 2 പേരെ RPF ക്രൈം ഇന്റലിജൻസ് വിഭാഗം, തിരുവനന്തപുരം ഗവൺമെന്റ് റെയിൽവേ പോലീസ്, കൊല്ലം, കോട്ടയം എന്നിവയുടെ സംയുക്ത സംഘം ആണ് അറസ്റ്റ് ചെയ്തത്. ഇടുക്കി തൊടുപുഴ സ്വദേശി നിസാർ സിദ്ദീഖ്, ഇടുക്കി കോതമംഗലം സ്വദേശി ഫൈസൽ അലി എന്നിവരാണ് അറസ്റ്റിലായത്. റെയിൽവേ യാത്രയ്ക്കിടെ മൊബൈൽ ഫോണുകളും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും സുരക്ഷിതമായി സൂക്ഷിക്കണമെന്നും തിരക്കേറിയ സ്ഥലങ്ങളിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും RPF അറിയിച്ചു. മലപ്പുറം മഞ്ചേരിയിൽ വീടിനകത്ത് കയറിയ കാട്ടുപന്നിയിൽ നിന്നും പിഞ്ചു കുഞ്ഞ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഇന്നലെ രാവിലെ 10:30 മഞ്ചേരി തടത്തിപ്പറമ്പ് സ്വദേശി കള്ളാടിത്തൊടി അലവിയുടെ വീട്ടിലാണ് സംഭവം ഉണ്ടായത്. വീട്ടിലുള്ളവർ അടുക്കള ഭാഗത്ത് സംസാരിച്ചുകൊണ്ടിരിക്കെ റോഡിലൂടെ കടന്നു വന്ന കാട്ടുപന്നി വീടിനകത്തേക്ക് കയറുകയായിരുന്നു. നഗരസഭാ അധികൃതരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതുപ്രവർത്തകനായ സാലിം മഞ്ചേരി ഷൂട്ടർമാരെ വിവരമറിയിച്ചു. ഷൂട്ടർമാരായ KV ഇല്യാസ് ബാബു, ആനക്കയം KV നൌഷാദ് എന്നിവർ സ്ഥലത്തെത്തി ജനൽപാളി തുറന്ന് മുറിക്കകത്തുള്ള കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. നാട്ടുകാർ ചേർന്ന് പുറത്തെടുത്ത ജഡം ഭക്ഷ്യയോഗ്യമല്ലാതാക്കി കുഴിച്ചുമൂടി. MG സർവകലാശാല വൈസ് ചാൻസലർക്ക് തിരിച്ചടി. ദേശീയ സെമിനാറിന് നൽകിയ തുക തിരിച്ചുപിടിക്കാനുള്ള ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. സെമിനാർ പോസ്റ്ററിൽ പാട്ടയുടെ ചിത്രം ഉൾപ്പെടുത്തിയതിന് പ്രതികാര നടപടി ആയിരുന്നു ഇത് എന്ന വിമർശനം ഉയർന്നിരുന്നു. പാലക്കാട് മണ്ണാറക്കാട് കോട്ടോമ്പാടം പഞ്ചായത്തിലെ പ്രദേശങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമായതിനാൽ ജനങ്ങൾ കടുത്ത ആശങ്കയിലാണ്. കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിക്കപ്പെടുന്നു. തിരുവിഴാംകുന്നിൽ വെറ്റിനറി ഫാമിൽ കാട്ടാന കയറി ഫാമിന്റെ പരിസരത്ത് താമസിക്കുന്നവരും ഫാം ജീവനക്കാരും തൊഴിലാളികളും കടുത്ത ആശങ്കയിലും ഭീതിയിലുമാണ്. ആന കയറിയാൽ കാപ്പുപറമ്പിൽ കൃഷി നശിപ്പിക്കുന്നത് പതിവാണ്. അതുകൊണ്ട് തന്നെ പ്രസ്തുത മലയോര ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നത് ശാശ്വതമായി പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി സൈലന്റ് വാലി വൈൽഡ് ലൈഫ് വാർഡനെയും
മണ്ണാർക്കാട് DFOയെയും കാണുകയും നിവേദനം നൽകുകയും ചെയ്തു. നിവേദനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശനും കേന്ദ്ര വനമന്ത്രിക്കും സംസ്ഥാന വനമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ജില്ലാ കളക്ടർക്കും ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ അവർകൾക്കും ഇമെയിലായി നൽകുകയുണ്ടായി. ബന്ധപ്പെട്ട വനം അധികാരികൾക്ക് മുന്നിൽ നൽകിയ നിവേദനത്തിൽ പറയുന്ന പ്രധാന ആവശ്യങ്ങൾ ഇവയാണ്. തിരുവിഴാംകുന്ന് അമ്പലപ്പാറ കേന്ദ്രീകരിച്ച് ഫോറസ്റ്റ് ദ്രുതകർമ്മസേനയുടെ യൂണിറ്റ് തുടങ്ങുകയും അവർക്ക് ആവശ്യമായ വാഹനം അനുവദിക്കുകയും ചെയ്യുക. ഹാങ്ങിങ് ഫെൻസിംഗ് ആവശ്യമായ മറ്റു വനാതിർത്തികളിലും കൂടി നടത്തുക. കിടങ്ങ് കുഴിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ പരിശോധന നടത്തി അത് ചെയ്യുക. ആവശ്യത്തിന് വാച്ചർമാരെ നിയമിക്കുക. തെരുവ് വിളക്കുകൾ ആവശ്യമുള്ളിടത്ത് അനുവദിക്കുക. ജനജാഗ്രതാ സമിതി വിളിച്ചു ചേർത്ത് ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ വനം ഉദ്യോഗസ്ഥർ ഇടപെടലുകൾ നടത്തുക എന്നീ ആവശ്യങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഉന്നതാധികാരികളെ കണ്ട് നിവേദനം നൽകിയത്. കോട്ടപ്പാടം പഞ്ചായത്തിലെ അമ്പലപ്പാറ, കരടിയോട്, കാപ്പുപറമ്പ്, കച്ചേരിപ്പറമ്പ് എന്നീ സ്ഥലങ്ങളിലെ വന്യമൃഗ ശല്യം അതിരൂക്ഷമായി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരത്തിന് വേണ്ടിയാണ് ഇന്ന് അമ്പലപ്പാറയിലും കരടിയോടിലെയും പുറപ്പെട്ട നേതാക്കൾ നമ്മൾ ഇന്ന് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിനെ കണ്ടു. കാര്യങ്ങളെല്ലാം വിശദമായി സംസാരിച്ചു. അദ്ദേഹം അതിനുള്ള പരിഹാരങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യാമെന്ന് അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. നിവേദന സംഘത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ സക്കീർ തയ്യിൽ, മണികണ്ഠൻ വടശ്ശേരി, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മനച്ചിത്തൊടി ഉമ്മർ, ബ്ലോക്ക് സെക്രട്ടറി സാനർ ബാബു, കർഷക കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി സക്രിയ ജോസഫ്, മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളായ ഉസ്മാൻ PK, ഉമ്മർ CT, രാജൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 18 പാലക്കാട്.